ഹായ് ഹലോ എല്ലാവർക്കും ചെമ്മനൂർ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇതിൻ്റെ കാരണമോ ശ്രീകാന്തിൻ്റെ കല്യാണത്തിന് ഒപ്പിടാൻ എന്നത് രേവതിയാണെന്നുള്ളൊരു സത്യവും. പക്ഷേ ഇതിനകത്ത് രേവതി അറിയാതെ അകപ്പെട്ടതാണെന്നുള്ള കാര്യം ശ്രീകാന്ത് ഇന്നത്തെ എപ്പിസോഡിൽ അമ്മയോട് പറയുന്നുണ്ടെങ്കിലും ചന്ദ്ര അത് വില പോകുന്നില്ല അല്ലേ. മാത്രമല്ല സച്ചിനോട് ഈ ഒരു കാര്യം രേവതി പറയുന്ന സമയത്തും സച്ചി പറയുന്നുണ്ട്, വായെടുത്താൽ കള്ളം പറയുന്ന നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കിടയിൽ അവരുടെ ഇടയിലേക്ക് വരുന്ന നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള കുറേ ഭാഗങ്ങളുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു ഭാഗമാണ് ഞാൻ ഈ പറയുന്നത്. ഇവർ പിണക്കൊക്കെ മാറിയതിന് ശേഷം സച്ചിക്ക് ഡ്രൈവറായിട്ട് തന്നെ വേറെ ജോലി കിട്ടുകയാണ്. അപ്പോൾ ആ സമയത്ത് സച്ചി പുറത്തേക്ക് ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ട്രിപ്പ് പോകുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ രേവതിനെ എന്ത് ചെയ്ത് വിളിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൂടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുടെ ഫോണും എടുത്ത് സച്ചി രേവതിയോട് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്പർ കാണുന്ന സമയത്ത് രേവതി പറയുന്നത് ഇതാരാണ്, അറിയാത്ത നമ്പറാണല്ലോ, എന്നാലും കുഴപ്പമില്ല ഒന്ന് എടുത്ത് നോക്കാം എന്ന് കരുതിക്കൊണ്ട് ഫോൺ എടുക്കുകയാണ് കേട്ടോ. ഫോൺ എടുക്കുന്ന സമയത്ത് സച്ചി എന്ന് പറയുമ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, ഞാൻ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്, സച്ചിയുടെ കയ്യിൽ ഫോണും ഇല്ല, അപ്പോൾ എങ്ങനെ സച്ചിയേട്ടനെ കോൺടാക്ട് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. സച്ചി പറയുന്നുണ്ട്, എൻ്റെ ഫോൺ നഷ്ടമായാലും എനിക്ക് നിൻ്റെ നമ്പർ കാണാതെ അറിയാമായിരുന്നു, അതുകൊണ്ട് ആ ഒരു നമ്പർ ഓർത്തെടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ നിന്നെ കോൺടാക്ട് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. രേവതി പറയുന്നുണ്ട്, ഈ സച്ചിയുടെ നമ്പർ കാണാതെ അറിയാമോ, അപ്പോൾ എന്നോട് ഉള്ളിൽ സ്നേഹമൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, നീ എന്താണ് അങ്ങനെ പറയുന്നത്, ഈ ലോകത്ത് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നവരിൽ ഒരാളാണ് നീ, നിൻ്റെ ശബ്ദം കേൾക്കാതെ എനിക്കൊരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല രേവതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതിയുടെ മുഖത്തൊരു നാണയമൊക്കെ വരുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു എപ്പിസോഡ് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.